ചേട്ടാ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ സ്റ്റേജിൽ നേരിട്ട് കാണാൻ പറ്റിയാൽ വളരെ. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ മാറി തരണോ? അല്ലല്ല, എന്റെ പേരൊന്ന് കൃത്യമായിട്ട് പറയണം. മുമ്പേ ഒരു ഷോയിൽ വന്നിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം സരംഗധരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അപ്പൊ എന്റെ മോള് ചോദിച്ചു, ആ ഏന്റി എന്താ അങ്ങനെ പറയുന്നു? ഞാൻ പറഞ്ഞു, മോളെ ഈ അച്ഛന്റെ പേര് അങ്ങനെയെങ്കിലും പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതിയാ. ശരിക്കും എങ്ങനെയാ പേര്? എന്റെ പേര് ശാർംഗധരൻ. ശാർംഗധരൻ അല്ല, അത് കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ പക്രുവായി മാത്രമേ. അപ്പൊ മോളോട് അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. ഞാൻ സാധകം ചെയ്ത് പഠിച്ചതാണ്. ഒന്ന് പറഞ്ഞ പക്രു ചേട്ടാ. ചേട്ടൻ തെറ്റാണ് പറയുന്നത്. ഞാൻ ശശി എന്ന് വിളിക്കണത്. കറക്റ്റ് ഇങ്ങനെയാ. ശാർംഗധരൻ. ഓക്കെ, ശാർംഗധരൻ. ശാർംഗധരൻ. ശാർങ്ങ എന്താ? ശാർഗധരൻ. ഇത് എപ്പിസോഡ് 1 മണിക്കൂറുള്ളൂ. ഷാരു. അതെ അതെ, അങ്ങനെ മതി. ഷോർട്ട് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടി നമ്മുടെ ഷാ ബ്രോ ആണ് നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ എത്തുന്നത്. യെസ്. അപ്പം എന്നതാ ഞാൻ ചോദിക്കണ്ടേ, എവിടുന്ന് തുടങ്ങണമെന്നൊക്കെ ചോദിക്കണോ? ഞാൻ തന്നെ പറയാം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായമില്ലാതെ ഒരാളുടെ തൊണ്ട കൊണ്ട് ചെയ്ത ഒരു സിനിമ നമ്മൾ കേൾക്കുന്ന BGM എന്ന് പറയുന്ന അതെ അതെ, ബാക്കിൽ വരുന്ന RR മ്യൂസിക്കും അതുപോലെ തന്നെ അതിനകത്ത് 3 പാട്ടുകളും 3 കവിതകളും ഉണ്ട്. അപ്പൊ അതിനൊക്കെ ചെയ്ത സിനിമയുടെ പേരാണ് സ്റ്റാൻഡേർഡ് 5th B എന്നാണ്. ആ സിനിമ ഇപ്പം വേൾഡ് 4 റെക്കോർഡുകൾ നേടി, ലോക റെക്കോർഡുകൾ. അതുപോലെ തന്നെ ഏറ്റവും നല്ല ബാലചിത്രത്തിനുള്ള ഈ വർഷത്തെ ക്രിട്ടിക്സ് അവാർഡ് നേടി. അതിന്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. അതിന്റെ വിശേഷങ്ങളാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് മൊത്തം ഇവിടെയാണ് ഉള്ളത്. ഞാൻ പെർഫോമൻസ് ആണ് ഞങ്ങൾക്ക് കാണേണ്ടത്. കഥയറിയാതൊരു കാലം, കുട്ടിക്കാലം, നോവറിയാത കാലം, കുട്ടിക്കാലം, കാറ്റോട് കിളിയോട് കഥയും ചൊല്ലി നേരം കൂടണ കാലം, ആ കുട്ടിക്കാലം. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചിരട്ട വയലിൽ നിന്ന മ്യൂസിക് വരുന്ന ഒറ്റ സ്ട്രിങ്ങിലൂടെ ചിരട്ട വയൽ. അതിങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പാട്ട് സ്റ്റുഡിയോ ചെയ്യില്ലേ, അതുപോലെ ഓരോ തബല ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ സീൻ കാണുമ്പോൾ സാഡ് ഉണ്ട്, സന്തോഷമുണ്ട്. സത്യം പറയാം, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ചെയ്ത് ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കി സ്റ്റുഡിയോ പോയിട്ട്. ഇനി ഇത് എപ്പോൾ ചെയ്തിട്ടുള്ള സംഭവം കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചീനിക്കോലാണ്. നമ്മുടെ നാട്ടിൽ മലബാറിൽ പറയും ചീനിക്കോല്, കുറുങ്കുഴൽ എന്ന് പറയും. ചെറിയൊരു കുഴലാണ്. ഷെഹനായിയുടെ വേറെ രൂപം. അത് സാധാരണ നമ്മുടെ മലബാറിലെ തെയ്യത്തിനൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് അതിന്റെ മ്യൂസിക്. ഈ മ്യൂസിക്കിനെ ഞാനിപ്പോൾ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു ഐറ്റം പറയാം. കന്നഡ സിനിമയിൽ നിന്ന് ഒരുപാട് കാശുവാരിയ സിനിമയായിരുന്നു കാന്താര. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വായിക്കുന്നത് ഈ ചീനിക്കോലാണ്, ഈ കുറുങ്കുഴലി. അതിങ്ങനെയാണ്. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം. ഈ സാധനം ഞാൻ സ്റ്റേജിൽ ചെയ്ത സാധനമാണ്, ഇത് സിനിമയിൽ ചെയ്ത സാധനമല്ല. അത് മനസ്സിലായി. വളരെ ഗംഭീരമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഐ സ്റ്റാർട്ട് വിത്ത് ചിനിച്ചേട്ടൻ. അലീനയുടെ പോലെ തന്നെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും. ഇത് എത്രയോ വർഷമായിട്ട് എനിക്ക് ശരംഗരം പരിചയമുണ്ട്. പക്ഷെ ഓരോ തവണ വരുമ്പോഴും അതിന്റെ ഒരു ക്ലാരിറ്റി, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും നമുക്ക് മഴവില്ല് കാണുന്ന പോലെയാണ്. ഓരോ തവണ തെളിയുമ്പോഴും നമുക്ക് ഭയങ്കര അത്ഭുതവും ഭംഗിയൊക്കെ തോന്നാറുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും പുതിയ അത്ഭുതങ്ങളുമായിട്ട് നമുക്ക് കാണണം. താങ്ക് യു സോ മച്ച്. പക്രുചേട്ടൻ എന്നാ പറയാനുള്ളത്? ശാർങ്ങധരനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ന്യൂസാണ്
അത് നമ്മളിലൊക്കെ ഞങ്ങൾ ആരും ഭയങ്കരമായിട്ട് ആ ന്യൂസ് കണ്ടപ്പോൾ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം ഒരു സിനിമയിൽ കണ്ട നാളങ്ങൾ കൊണ്ട് എന്ന് പറയുമ്പോൾ അതിനെടുക്കുന്ന ഒരു സ്ട്രെയിൻ, എഫർട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇദ്ദേഹത്തിൽ എത്രമാത്രം ഇദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൽ വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും ആ ഡയറക്ടർ ഏൽപ്പിക്കുന്നത്. ആരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും മിമിക്രി? ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? അങ്ങനെ ഇല്ല, സംവിധായകനും നടനെല്ലുമായ നമ്മളെ വിനീത് ശ്രീനിവാസന് മിമിക്രി മോണാക്ടും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലാണേ. തീർച്ചയായിട്ടും ഈ ഒരു അംഗീകാരത്തിൻ്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണത്. ഒരുപാട് റെക്കോർഡുകളായി, ഇനിയും കൂടുതൽ റെക്കോർഡുകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു. ചേട്ടാ ഷാരൂഖിനെ കുറിച്ച് ഇനി എന്താ പറയാ, ഒന്നും പറയാനില്ല. ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറയുന്നവരാണ് ഷാരൂഖിന്റെ കാര്യം. ഇനി അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2, 3, 4 മണിക്കൂർ ഒറ്റയ്ക്ക് നിന്ന് പൊരിക്കാൻ പറ്റുന്ന ഐറ്റംസ് കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തട്ടെ. അതുപോലെ ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ഈ സിനിമ ഒരുപാട് പോയിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സക്സസ് ആയിട്ട് അവാർഡ് മേടിച്ചു വരട്ടെ. ഷാരൂഖ് ഇനി ഒരുപാട് വലിയ വലിയ കലാകാരനായിട്ട് ലോകം കൂടുതൽ അറിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇത്ര അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ചടങ്ങ് പോലെ അല്ലേ, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, വെറുതെ ഒരു ചടങ്ങിന് അവരവിടെ നിന്നിട്ട് ചെറിയൊരു രീതിയിലൊരു റേറ്റിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് നക്ഷത്രങ്ങൾ തരാൻ പോവാണ്. അത് ജസ്റ്റ് ഇവിടെ നിന്നുള്ള കുഞ്ഞു നക്ഷത്രങ്ങളാണ്. പക്ഷെ അവിടെ നിന്ന് അത് മുന്നോട്ട് ഇനി ഒരുപാട് സ്റ്റാർസ് കിട്ടും ഉറപ്പായിട്ടും. യെസ് പക്രു ചേട്ടാ, 5 സ്റ്റാർ. സൂപ്പർ 5 സ്റ്റാർ. അത് നമ്മുടെ ഇവിടുത്തെ പ്രകടനം. വേൾഡ് റെക്കോർഡൊക്കെ പോകുമ്പോൾ വേറെയാണ്. അപ്പൊ എന്തായാലും 5 സ്റ്റാർ ആണ് ലഭിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഹയസ്റ്റ് സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പൊ അത് നൽകുന്നതിനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചിരി ചേട്ടാ. അപ്പൊ എന്തായാലും ചേട്ടാ, ഇത് ഞങ്ങളുടെ വക ഒരു ഗംഭീര സമ്മാനമാണ്. കാരണം ഇത് കിട്ടാവുന്ന ഏറ്റവും ടോപ്പസ്റ്റ് റേറ്റിംഗ് അവാർഡാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ. അത് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 സ്റ്റാർ. അപ്പം ഇന്ന് മുതൽ ചേട്ടൻ അറിയപ്പെടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ്. യെസ്, ഒരു ചെറിയ അറിയിപ്പും കൂടി ഉണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ടും ലഭിക്കുന്നുണ്ട്.